ഹയർ സ്റ്റഡീസിന് നല്ല എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരുപാട് കൺട്രികളുണ്ട്. വൈ ജർമ്മനി? കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കൺട്രിയാണ്. നമുക്കാണെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ട് ജർമ്മൻ എന്നൊരു ഓപ്ഷനിൽ നീതൂസ് എന്നൊരു പേരിലോട്ട് എത്തി? കാരണം കുറേ റിവ്യൂസും കാര്യങ്ങളും നമുക്ക് വേറൊരിടത്ത് നിൽക്കുമ്പോൾ നമ്മൾ കൂടുതലും റിവ്യൂസും ഈ ഒരു കുറേ വീഡിയോസും എല്ലാം കാണാൻ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. എന്തോ ഇവിടെ വരുമ്പം നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ജർമ്മൻ പഠിക്കണമെന്നുള്ള ഇത് വന്നപ്പോൾ ആദ്യമേ കോണ്ടാക്ട് ചെയ്തത് ഇവിടെ ആയിരുന്നു. ഇവിടെ കോൺഫിഡൻസ് പുതിയ ലാംഗ്വേജ് ആദ്യം തൊട്ട് പഠിക്കുകയാണ്. അപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഈവൻ നൈറ്റ് ടൈമിൽ പോലും ആണെങ്കിൽ ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരികയും അങ്ങനെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. എത്ര നാളുകൊണ്ടാണ് A1 A2 ഫിനിഷ് ചെയ്തത്? 2 months ജസ്റ്റ് പഠിക്കാൻ എനിക്ക് ആ ലാംഗ്വേജ് കിട്ടണമെന്നുള്ളേ ഉള്ളൂ. എക്സാം ഒന്നും ഞാൻ എഴുതണമെന്ന് ചിന്തിച്ചല്ല ഫിനിഷ് ചെയ്ത്. അതും ഇവിടെ വന്നു കഴിഞ്ഞാൽ A2 കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയതിന് മുമ്പ് തന്നെ ടീച്ചേഴ്സ് ആണ് പറയാം, അവരുടെ മോട്ടിവേഷനും എല്ലാം കിട്ടിയാണ് എക്സാം ഡേറ്റ് എടുക്കാന്നുള്ള ഒരു പ്ലാനിലേക്ക് വന്നത് തന്നെ. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ, നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അത് ഓക്കെയാണ് എന്നതിനൊരു തെളിവായിട്ടാണ് ജെഫി ഇന്നിവിടെ ഇരിക്കണേ. ഹായ്, ഇന്ന് സക്സസ് ടോക്സിൽ എന്നോടൊപ്പം ഉള്ളത് ജെഫി ജെയിംസ് ആണ്. നീതൂസിൽ ജർമ്മൻ പഠിച്ച് A2 ഗോയിത്ത എക്സാമിൽ വിന്നറാണ്. വെൽക്കം ജെഫി. താങ്ക് യു. ഹായ് ജെഫി. ഹായ്. എങ്ങനെയാണ് നീതൂസിലോട്ട് എത്തിയത്? ഇപ്പൊ നീതൂസിൽ വന്നു, ജർമ്മൻ കഴിഞ്ഞു, ഗോയിത്ത എക്സാം ആണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, എങ്ങനെയാണ് നീതൂസിലോട്ട് എത്തിയത്? ഞാൻ പണ്ട് തൊട്ടേ വീഡിയോസും ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ആ ടൈമിൽ ഞാൻ അബ്രോഡ് പോകാനൊന്നും പ്ലാൻ ഇട്ടിരുന്നില്ല. എങ്കിലും ഇത് കാണുമ്പം ഇവിടെ പോയി പഠിച്ചിട്ട് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ നാട് തിരുവല്ല ആ ഏരിയ ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ IELTS ഇത്രയും ദൂരെ വന്ന് പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ജർമ്മൻ പഠിക്കണമെന്നുള്ള ഇത് വന്നപ്പോൾ ആദ്യമേ കോണ്ടാക്ട് ചെയ്തത് ഇവിടെ ആയിരുന്നു, നീതൂസിലായിരുന്നു കോണ്ടാക്ട് ചെയ്തത്. അപ്പം ആ ആഗ്രഹം നേരത്തെ കിടക്കുന്നതുകൊണ്ട് അപ്പം ഫുൾ ഗൈഡൻസ് എനിക്ക് ക്ലിയർ ആക്കി എല്ലാം തന്നു. അങ്ങനെ ഞാൻ IELTS പാസ്സായതിൻ്റെ ഉടനെ തന്നെ നെക്സ്റ്റ് ബാച്ചിൽ ഇവിടെ കയറുമായിരുന്നു, ജർമ്മൻ ജോയിൻ ചെയ്തു. അപ്പം IELTS പാസ്സായി എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ ഇപ്പം എന്തിനാണ് ഇപ്പൊ ജർമ്മനിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ? ഒരുപാട് കൺട്രികളുണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് ഹയർ സ്റ്റഡീസിന് നല്ല എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരുപാട് കൺട്രികളുണ്ട്. വൈ ജർമ്മനി? കാരണം ജർമ്മനി കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ്. പിന്നെ നമുക്കാണെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാസ്റ്റേഴ്സിന് ജർമ്മൻ ആവശ്യമില്ല, എങ്കിലും പഠിക്കണമെന്ന് ചിന്ത വന്നപ്പോൾ ഇങ്ങനെ. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അല്ലേ? ഇപ്പോൾ നമ്മളൊരു പുതിയൊരു കൺട്രിയിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ഭാഷ അറിഞ്ഞിരിക്കുക, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നോളജ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ നല്ല ഡിസിഷൻ. അപ്പോൾ ഇവിടെ വന്നു A1 A2 ഫിനിഷ്. ഞാൻ ഒരുമിച്ചാണ് രണ്ടിനും അഡ്മിഷൻ എടുത്തത്. ഒരുമിച്ചാണ് കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഒരുമിച്ച് എടുക്കാം. ജെഫിയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇപ്പം അതുപോലെ തന്നെ ജർമ്മനിക്ക് എന്തിനാ പോകുന്നത്? എന്ത് പഠിക്കാനാണ്? ഞാൻ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ടാണ് പോകുന്നത്. ഓൾറെഡി ഞാൻ മാസ്റ്റേഴ്സ് കംപ്ലീറ്റഡ് ആണ്. കെമിസ്ട്രിയിലാണ് മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കെമിസ്ട്രിയിൽ മാസ്റ്റേഴ്സ് ഉള്ളതാണ് ജർമ്മനിക്ക് പോകുന്നത് മാസ്റ്റേഴ്സ് എടുക്കാൻ തന്നെ. അപ്പം കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലാണോ? അതെ അതെ, ഹൈഡ്രജൻ ടെക്നോളജിയിലാണ് ഞാൻ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ അല്ലേ? കുറച്ചുകൂടെ അപ്പം സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അതിന് അഡ്മിഷനൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ ജർമ്മൻ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. അതിൻ്റെ കൂടെ ആയിരുന്നു പ്രോസസ്സിങ്ങും എല്ലാം കാര്യങ്ങളും നടന്നത്. അപ്പം ഇവിടെ വന്നപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം കിട്ടിയത്. അപ്പം അങ്ങനെ പഠിക്കാനാകുമ്പം ഈവൻ ചെറിയ ഡൗട്ടാണെങ്കിൽ നമ്മളൊരു പുതിയ ലാംഗ്വേജ് ആദ്യം തൊട്ട് പഠിക്കുകയാണ്. അപ്പം നമ്മൾ ആൽഫബറ്റ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഈവൻ നൈറ്റ് ടൈമിൽ പോലും ആണെങ്കിൽ ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് തരികയും അങ്ങനെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. എത്ര നാളുകൊണ്ടാണ് A1 A2 ഫിനിഷ് ചെയ്തത്? 2 months. കാരണം October 28 ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പം January 18 കൊണ്ട് ഇവിടുത്തെ എക്സാം എല്ലാം A2-ൻ്റെയും കഴിഞ്ഞ് ഇറങ്ങിയായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഈ മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഈ ഗോയിത്ത എക്സാം എഴുതുന്ന അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു.
ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ മാരേജും ഫെബ്രുവരി വരുന്നതുകൊണ്ട് അതാണ് ഞാൻ B1 എടുക്കാതെ A2 വരെ എടുത്തിട്ട്, കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ടൈമിലാണെങ്കിലും ജസ്റ്റ് പഠിക്കാൻ എനിക്ക് ആ ലാംഗ്വേജ് കിട്ടണമെന്നുള്ളേ ഉള്ളൂ. എക്സാം ഒന്നും ഞാൻ എഴുതണമെന്ന് ചിന്തിച്ചല്ല ഫിനിഷ് ചെയ്ത്. അതും ഇവിടെ വന്നു കഴിഞ്ഞാൽ A2 കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയതിന് മുമ്പ് തന്നെ ടീച്ചേഴ്സ് ആണ് അവരുടെ മോട്ടിവേഷനും എല്ലാം കിട്ടിയാണ് എക്സാം ഡേറ്റ് എടുക്കാമെന്നുള്ള ഒരു പ്ലാനിലേക്ക് വന്നത് തന്നെ. അങ്ങനെ ലാസ്റ്റ് ഇറങ്ങുന്നതിനൊരു 2 വീക്സ് മുമ്പാണ് ഇങ്ങനെ ഇവരെ എഴുതുന്നില്ലേ അപ്പം ഞാൻ ഒരു കിട്ടുമോ എന്നത്, അത് പിന്നത്തെ കാര്യമാണ് അന്ന് പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ. ഇവിടെ എല്ലാവരും എന്നെ പഠിപ്പിച്ചത് ലിയ മിസ്സും ബിൻസി മിസ്സും ആണ്. അവരല്ലാതെ സൽമ മിസ്സും അമൽ സാറും എല്ലാവരും അന്ന് HOD ആയിട്ടിരുന്ന എല്ലാവരും കുറേ സപ്പോർട്ട് തന്നു. അങ്ങനെ അവരുടെ എല്ലാം വെച്ചിട്ടാണ് അങ്ങനെ ഇത്രയും മോട്ടിവേഷൻ കിട്ടിയപ്പോൾ ഞാൻ അന്ന് ഒന്ന് എഴുതിയേക്കാം, ട്രൈ ചെയ്യാമെന്ന് വെച്ചാണ് ഞാൻ ഡേറ്റ് എടുത്തതും എഴുതിയതും. ഓക്കെ, അപ്പം ഫസ്റ്റ് ചാൻസിൽ തന്നെയാണ് പാസ്സായിരിക്കുന്നത്. അടിപൊളി. അപ്പം ജർമ്മൻ എന്ന് പറയുന്ന ഒരു പുതിയ ഭാഷ അല്ലേ? ഇപ്പം മാസ്റ്റേഴ്സ് കഴിഞ്ഞ് IELTS ക്ലിയർ ചെയ്ത ഒരാളാണ് അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും IELTS ക്ലിയർ ചെയ്ത് ഒരു പുതിയൊരു ജേർണിക്ക് വേണ്ടി തുടങ്ങുമ്പോൾ പുതിയൊരു ഭാഷ പഠിക്കാനായിട്ട് നീതൽസിൽ എത്തിയ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ ഭാഷയാകുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഇനിഷ്യൽ പീരീഡിൽ വന്നിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി. അപ്പോൾ എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലേ? അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാണ്? മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, പറ്റുവാണെങ്കിൽ PhD കയറണമെന്നാണ് ആഗ്രഹം. നല്ല അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ലൈഫിൽ എന്തെല്ലാം നമ്മൾ വളരെ ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ടെടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. മാസ്റ്റേഴ്സ് നാട്ടിലെടുത്ത് IELTS ക്ലിയർ ചെയ്ത് വീണ്ടും പഠിക്കാനായിട്ട് പോവാണ് അല്ലേ? അപ്പം ഇങ്ങനെ ഒരു ജേർണിയിൽ ഫാമിലി എത്രമാത്രം സപ്പോർട്ടാണ്? മാരീഡ് ആണോ? മാരീഡ് ആണ്. അപ്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണിയിൽ? ആക്ച്വലി ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ മാരേജ് കഴിഞ്ഞിട്ടാണ് ഈ ജർമ്മൻ പ്ലാനിലേക്ക് തന്നെ വന്നതും. അപ്പം IELTS പരീക്ഷ എഴുതിയതും എല്ലാം ഹസ്ബൻഡിൻ്റെയും ഫാമിലിയുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. വീട് എവിടെയാണ്? എൻ്റെ വീട് റാന്നിയിലാണ്, ഹസ്ബൻഡിന്റെ വീട് ചെങ്ങന്നൂരാണ്. അപ്പൊ ഇപ്പം നീതൂസിലോട്ട് എത്തിയത് അല്ലെങ്കിൽ നീതൂസിലോട്ട് വന്നത് എവിടുന്നാണ്? ചെങ്ങന്നൂരിൽ. ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ ചെങ്ങന്നൂരിന്നല്ലേ, ചെങ്ങന്നൂര് തൊട്ട് എറണാകുളം വരെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെ? അപ്പം എന്തുകൊണ്ട് ജർമ്മൻ എന്നൊരു ഓപ്ഷനിൽ നീതൂസ് എന്നൊരു പേരിലോട്ട് എത്തി? കാരണം കുറേ റിവ്യൂസും കാര്യങ്ങളും നമുക്ക് വേറൊരിടത്ത് നിൽക്കുമ്പോൾ നമ്മൾ കൂടുതലും റിവ്യൂസും ഈ ഒരു കുറേ വീഡിയോസും എല്ലാം കാണാൻ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് എന്തോ ഇവിടെ വരുമ്പം നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗിലാണ് ഇവിടെ എത്തിയത്. വന്നതിന് ശേഷം എന്ത് തോന്നി? അതിൽ ഒരു കുറവും ഇല്ലെന്നാണ് തോന്നിയത്. കാരണം അതുപോലെ സപ്പോർട്ടാണ്. ഞാനിപ്പം വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് IELTS പഠിച്ചുകൊണ്ട് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കും IELTS ഇവിടെ വന്ന് പഠിച്ചിരുന്ന നല്ലതായിരുന്നു എന്ന് ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ക്ലിയർ ചെയ്തു. അപ്പം ഇപ്പൊ IELTS ഫിനിഷ് ചെയ്ത ഒരാളാണ്. അപ്പോൾ റീസെന്റ് ഫിനിഷ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും അല്ലേ? നമ്മൾ ഒരു ലാംഗ്വേജിൽ വളരെ കോൺഫിഡൻസ്, എസ്പെഷ്യലി ഇംഗ്ലീഷ് നമ്മൾ വളരെ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജർമ്മൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വരുമ്പോൾ ഒത്തിരി കാര്യത്തിൽ സിമിലാരിറ്റീസ് ഉണ്ട്, ചിലതിൽ പക്ക ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പം ആ ഒരു ലാംഗ്വേജിന്റെ ഇനിഷ്യൽ ക്രൈസിസ് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ആക്ച്വലി ഭയങ്കര പാടായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ ആദ്യം തൊട്ട് നമ്മളൊരു വേറൊരു ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈവൻ ഒരു ആൽഫബറ്റ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതുതായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൂടാതെ ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇപ്പോൾ +2 കഴിയുമ്പോഴത്തേക്ക് ജോയിൻ ചെയ്യും. അപ്പം ഞാൻ മാസ്റ്റേഴ്സും കഴിഞ്ഞ് വരുമ്പം എങ്ങനെയാണ് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഈ ഒരു ഡിഫിക്കൽട്ടീസും എല്ലാം ഉണ്ടെങ്കിൽ പോലും എല്ലാം ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അതും നമ്മൾ ഡെയിലി നമുക്ക് കുറേ വർക്ക്സും ഹോംവർക്സും ഒക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്ത് ആ ഒരു ഡിഫിക്കൽട്ടീസ് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. അടിപൊളി. അപ്പോൾ പുതിയൊരു ലാംഗ്വേജ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ, നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അത് ഓക്കെയാണ് എന്നതിനൊരു തെളിവായിട്ടാണ് ജെഫി ഇന്നിവിടെ ഇരിക്കണേ. അതുപോലെ തന്നെ നീതൂസിൻ്റെ ക്യാമ്പസ് അല്ലേ, ഇപ്പം ഒരുപാട് ഇപ്പം പറഞ്ഞു ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു അല്ലെങ്കിൽ ക്യാമ്പസിൽ അല്ലേ, ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഒരു ക്യാമ്പസിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നീതൂസിൻ്റെ ക്യാമ്പസ് എങ്ങനെയുണ്ട്?
ക്യാമ്പസ് നല്ലതാണ്, അറ്റ്മോസ്ഫിയർ ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു. അതുകൂടാതെ എൻ്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പറ്റി. അതായത് കുറേ നാളായിട്ട് പഠിപ്പിച്ചിട്ട് വീണ്ടും പഠിക്കാനൊരു അവസരം കിട്ടിയപ്പം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ കിട്ടിയപ്പം നല്ല ഒരു കോൺഫിഡൻസും ഒക്കെ കിട്ടി. എൻജോയ് ചെയ്താണ് എൻജോയ് ചെയ്താണ് പഠിച്ചത്. തീർച്ചയായിട്ടും നമ്മളൊരു പുതിയൊരു കാര്യത്തിലൂടെ ഇറങ്ങുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ക്യാമ്പസ്, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ്, നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന ടീച്ചേഴ്സ്, ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം ജർമ്മൻ എന്ന് പറയുന്ന പുതിയൊരു ലാംഗ്വേജിലോട്ട് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ ഡ്രീംസിലോട്ട് നടന്നെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ സ്വപ്ന രാജ്യത്തിലോട്ട് എത്താൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും ഇവിടെ ഓരോ സ്റ്റുഡൻസും പഠിച്ച് വിന്നേഴ്സായിട്ട് അവരിവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്കും പോസിബിൾ ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ജർമ്മൻ എന്ന് പറയുന്ന ഒരു ഭാഷയിലോട്ട് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. ആ ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഓരോ സക്സസ് ടോക്സുകളും നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അടുത്തൊരു സക്സസ് ടോക്സിൽ മറ്റൊരു വിന്നറുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Nidus Academy, India's #1 language academy.